എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 13 ജനുവരി 2024 CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1927, ഓപ്ഷൻ ബി 1928, ഓപ്ഷൻ സി 2022, ഓപ്ഷൻ ഡി 2010. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി IOC, അത് രൂപം കൊണ്ട വർഷം ഇത്. 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ 1927. 1927 ഇത് സ്ഥാപിതമായ. ഇതിൻ്റെ ഫൗണ്ടിങ് പ്രസിഡൻ്റാണ് ദൊറാബ്ജി ടാറ്റ. ഇതിൻ്റെ ഫൗണ്ടിങ് പ്രസിഡൻ്റാണ് ദൊറാബ്ജി ടാറ്റ. നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാ? PT ഉഷ. കറൻ്റ്ലി പ്രസിഡന്റ് PT ഉഷ. പുറത്തേക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോം ചെയ്ത വർഷം 1927. അതിൻ്റെ ഫൗണ്ടിങ് പ്രസിഡന്റാണ് ദൊറാബ്ജി ടാറ്റ. നിലവിലെ പ്രസിഡന്റാണ് PT ഉഷ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ 1927. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിറ്റി ഈസ് കോൾഡ് ഓയിസ്റ്റർ സിറ്റി? ഓപ്ഷൻ എ കാലിബിലോഡ് ഇൻഡോർ, ഓപ്ഷൻ ബി ഭോപ്പാൽ മധ്യപ്രദേശ്, ഓപ്ഷൻ സി ജലന്ധർ പഞ്ചാബ്, ഓപ്ഷൻ ഡി ചെന്നൈ തമിഴ്നാടു. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? ഏത് സിറ്റിയാണ് അറിയപ്പെടുന്നത് ഓയിസ്റ്റർ സിറ്റി? ഓയിസ്റ്റർ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി ഏത്? 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ കാലിബിലോഡ് ഇൻഡോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻ എ എഗ്സ്, ഓപ്ഷൻ ബി ഫിഷ്, ഓപ്ഷൻ സി ഫ്രൂട്ട്സ്, ഓപ്ഷൻ ഡി ഫെർട്ടിലൈസർ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? ഗ്രേ റെവല്യൂഷൻ താഴെ കൊടുത്തിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കണം? 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ഫെർട്ടിലൈസർ. വളനിർമ്മാണം അതുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ റെവല്യൂഷൻ. ഓർത്തേക്ക, എഗ്സ് മുട്ടയാണെങ്കിൽ സിൽവർ റെവല്യൂഷൻ, സിൽവർ ആണ് എഗ്സ്. ഫിഷ് ആണെങ്കിൽ മത്സ്യമാണെങ്കിൽ ബ്ലൂ റെവല്യൂഷൻ. പിന്നെ ഫ്രൂട്ട്സ് ഹണി പ്രൊഡക്ഷൻ, അതുപോലെ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ്, അതെല്ലാം വരുന്നത് ഗോൾഡൻ റെവല്യൂഷനിലാണ്. ഗോൾഡൻ നമ്മുടെ വെച്ചത് ഗ്രേ റെവല്യൂഷനാണ്. ഗ്രേ റെവല്യൂഷൻ വരുന്നത് ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ഫെർട്ടിലൈസർ, വളനിർമ്മാണം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഇൻ. ഓപ്ഷൻ എ 1764, ഓപ്ഷൻ ബി 1762, ഓപ്ഷൻ സി 1748, ഓപ്ഷൻ ഡി 1757. റിപ്പീറ്റഡ് GK ക്വസ്റ്റ്യൻ ആണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത്? 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി 1757. അഡീഷണൽ ആയിട്ട് ഓർത്ത് വയ്ക്കുക, ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന വർഷമാണ് 1764. പ്ലാസി യുദ്ധം 1757, ബക്സാർ യുദ്ധം 1764. 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി 1757. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓപ്ഷൻ എ സുജാത മനോഹർ, ഓപ്ഷൻ ബി VS രമാദേവി, ഓപ്ഷൻ സി ലീല സേത്ത്, ഓപ്ഷൻ ഡി ഉർമിള പന്ത്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചേ? ആദ്യത്തെ വനിത ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി VS രമാദേവി. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അത് സുകുമാർ സെൻ. സുകുമാർ സെൻ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇനി ആദ്യം വന്ന വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് VS രമാദേവി. മൂന്നും പ്രീവിയസ് ആണ്. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ. ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് VS രമാദേവി. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി VS രമാദേവി. ഞാൻ അഡീഷണൽ ആയിട്ട് ഓർത്തേക്കുക, സുജാത V മനോഹർ. ഇതാരാണ്? സുജാത V മനോഹർ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുജാത V മനോഹർ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുജാത V മനോഹർ. ലീല സേത്ത് എന്താ പ്രത്യേകത? ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ വനിതയാർ. ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ വനിതയാർ അത് ലീല സേത്താണ്. ലീല സേത്ത് ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസാണ് സുജാത V മനോഹർ.
ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന ആദ്യത്തെ വനിതയാണ് ലീല സേത്ത്. അത് ഹിമാചൽ പ്രദേശിലാണ്. ഇനി എക്കാലത്തെയും പ്രീവിയസ് സുപ്രീം കോടതിയിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതിൽ ലേഡി വന്നിട്ടില്ല. അതിന് തൊട്ട് താഴെയുള്ള പോസ്റ്റിലാണ് ലേഡി വന്നതാണ്. സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത ആരാ? അതാണ് ഫാത്തിമ ബീവി. എക്കാലത്തെയും പ്രീവിയസ് ആണ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അത് ഫാത്തിമ ബീവിയാണ്. അപ്പം നമ്മൾ ചോദിച്ചത് ഫസ്റ്റ് വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി VS രമാദേവി. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലോബൽ ഫാമിലി ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ഓപ്ഷൻ എ മാർച്ച് 2, ഓപ്ഷൻ ബി ഏപ്രിൽ 9, ഓപ്ഷൻ സി ജനുവരി 1, ഓപ്ഷൻ ഡി ഡിസംബർ 10. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? ആഗോള കുടുംബ ദിനം എന്നാണ് ആചരിക്കുന്നത്? 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ജനുവരി 1. ജനുവരി 1 ആഗോള കുടുംബ ദിനം. അഡീഷണലായിട്ട് ഓർത്ത് വയ്ക്കുക, അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ പ്രീവിയസ് ആണ്. ഡിസംബർ 10 എന്ത് ദിനമായിട്ടാണ് ലോകത്തിൽ ആചരിക്കുന്നത്? അന്ന് മനുഷ്യാവകാശ ദിനമാണ്. ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ, അന്തർദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. നമ്മൾ ചോദിച്ചത് ഗ്ലോബൽ ഫാമിലി ഡേ, അത് ജനുവരി 1. 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് ഹിമാചൽ പ്രദേശ്? ഓപ്ഷൻ എ ഭൂപേന്ദ്ര പട്ടേൽ, ഓപ്ഷൻ ബി സുഖ്വീന്ദർ സിംഗ് സുഖു, ഓപ്ഷൻ സി ഭഗവന്ത് മാൻ, ഓപ്ഷൻ ഡി ചരൺജിത് സിംഗ് ചാനി. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? ഹിമാചൽ പ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആര്? ഹിമാചൽ പ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആര്? 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സുഖ്വീന്ദർ സിംഗ് സുഖു. ഓർത്തേക്കാം, ഭൂപേന്ദ്രഭായ് പട്ടേൽ. ഭൂപേന്ദ്ര പട്ടേൽ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്? ഗുജറാത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്രഭായ് പട്ടേൽ. ഭഗവന്ത് മാൻ അദ്ദേഹം എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? പഞ്ചാബിലെ മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് മാൻ. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്രഭായ് പട്ടേൽ. ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. നമ്മുടെ വെച്ചത് ഹിമാചൽ പ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആര്? 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സുഖ്വീന്ദർ സിംഗ് സുഖു. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് അറ്റ്. ഓപ്ഷൻ എ ലക്നൗ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി അഹമ്മദാബാദ്, ഓപ്ഷൻ ഡി പൂനെ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ലക്നൗ. ലക്നൌവിലാണ് ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മണി ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി. ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി രാജ്യസഭ, ഓപ്ഷൻ സി ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? മണി ബില്ല് അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? ധനകാര്യ ബില്ല് അല്ലെങ്കിൽ മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ മാത്രമാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ലോക്സഭ. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 110, 110. ആർട്ടിക്കിൾ 110ലാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോകസഭയുടെ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കറാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭ ഒരു മണി ബില്ല് പാസ്സാക്കി രാജ്യസഭയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ അത് തിരിച്ചയക്കണം. എത്ര ദിവസത്തിനുള്ള? 14 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചയക്കണം. അല്ലാത്ത പക്ഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് പാസ്സാക്കിയതായിട്ട് കണക്കാക്കപ്പെടും. പുറത്തേക്ക് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 110. ലോകസഭാ സ്പീക്കറാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ബില്ല് ധനകാര്യ ബില്ലാണെന്ന് മണി ബില്ലാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോകസഭാ സ്പീക്കറാണ്. 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ തിരിച്ചയക്കണം. അപ്പോൾ 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ലോക്സഭയിൽ മാത്രമാണ് മണി ബില്ല് അവതരിപ്പിക്കുള്ളൂ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ ഈ സിറ്റുവേറ്റഡ് അറ്റ്. ഓപ്ഷൻ എ കുളച്ചൽ, ഓപ്ഷൻ ബി മമ്പറം, ഓപ്ഷൻ സി ഊരൂട്ടമ്പലം, ഓപ്ഷൻ ഡി ചീമേനി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഊരൂട്ടമ്പലം. നോക്കാം, താഴ്ന്ന ജാതിയിൽപ്പെട്ട പഞ്ചമി എന്ന വിദ്യാർത്ഥിയെ സ്കൂളിൽ ചേർക്കാനായിട്ട് അയ്യങ്കാളി കൊണ്ടുചെന്നപ്പോൾ സവർണർ ആ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു. അതിനെ തുടർന്നുണ്ടായ ലഹളയാണ് പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പല ലഹള അല്ലെങ്കിൽ 90ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട പഞ്ചമി എന്ന പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാനായിട്ട് അയ്യങ്കാളി കൊണ്ടുചെന്നപ്പോൾ സവർണർ ആ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു. ഇതിനെ തുടർന്നുണ്ടായ ലഹളയാണ് പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള, അതുപോലെ തന്നെ 90ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത്. ഊരൂട്ടമ്പലം തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ് ഊരൂട്ടമ്പലം. അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്. അത് ഏത് വർഷത്തിൽ നടന്നത്? 1915, 1915.
അത് കൊല്ലവർഷം 1090 നടന്ന്. കൊല്ലവർഷത്തിനൊപ്പം 825 കൂട്ടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വർഷം 1915. ഈ കൊല്ലവർഷം 1090 നടന്നുകൊണ്ടാണ് ഇതിനെ 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കുന്നത്. 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നതാണ് ഊരുട്ടമ്പല ലഹള, അതുപോലെ തന്നെ പുലയ ലഹള. ദളിതരുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് ഊരുട്ടമ്പല ലഹള, അല്ലെങ്കിൽ പുലയ ലഹള, അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. പിന്നീട് ആ സ്കൂളിൻ്റെ പേര് മാറ്റി അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. അത് സ്ഥിതി ചെയ്യുന്നത് ഊരുട്ടമ്പലത്ത്, തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ 30-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഊരുട്ടമ്പലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ക്യാപിറ്റൽ ഓഫ് ഉഗാണ്ട. ഓപ്ഷൻ എ ബാങ്കോക്ക്, ഓപ്ഷൻ ബി ടുണീസ്, ഓപ്ഷൻ സി കമ്പാല, ഓപ്ഷൻ ഡി ലണ്ടൻ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? ഉഗാണ്ടയുടെ ക്യാപിറ്റൽ ഏത്? 31-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, കമ്പാല. ഉഗാണ്ടയുടെ ക്യാപിറ്റലാണ് കമ്പാല. ഓർത്തേക്കുക, തായ്ലാൻഡിൻ്റെ ക്യാപിറ്റലാണ് ബാങ്കോക്ക്. തായ്ലാൻഡിൻ്റെ ക്യാപിറ്റലാണ് ബാങ്കോക്ക്. ടുണീഷ്യയുടെ ക്യാപിറ്റലാണ് ടുണീസ്. ടുണീഷ്യയുടെ ക്യാപിറ്റലാണ് ടുണീസ്. ഉഗാണ്ടയുടെ ക്യാപിറ്റലാണ് കമ്പാല. യുണൈറ്റഡ് കിങ്ഡം UK-യുടെ ക്യാപിറ്റലാണ് ലണ്ടൻ. നമ്മൾ ചോദിച്ചത് ഉഗാണ്ടയുടെ ക്യാപിറ്റൽ ഏത്? ഉഗാണ്ടയുടെ ക്യാപിറ്റലാണ് കമ്പാല. 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി കറൻസി ഓഫ് പോർച്ചുഗൽ. ഓപ്ഷൻ എ റിയാൽ, ഓപ്ഷൻ ബി യൂറോ, ഓപ്ഷൻ സി റൂബിൾ, ഓപ്ഷൻ ഡി ഡോളർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? പോർച്ചുഗൽ അതിൻ്റെ കറൻസി ഏതാണ്? പോർച്ചുഗൽ രാജ്യത്തിൻ്റെ കറൻസി ഏത്? 32-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, യൂറോ. പോർച്ചുഗലിൻ്റെ കറൻസിയാണ് യൂറോ. സൗദി അറേബ്യ, ഖത്തർ ആ രാജ്യങ്ങളിലെ കറൻസിയാണ് റിയാൽ. സൗദി അറേബ്യ, ഖത്തർ. റഷ്യയുടെ കറൻസിയാണ് റൂബിൾ. സ്ഥിരം ക്വസ്റ്റ്യൻ. റഷ്യയുടെ കറൻസിയാണ് റൂബിൾ. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, USA, കാനഡ, സിംഗപ്പൂർ ആ രാജ്യങ്ങളിലൊക്കെ കറൻസിയാണ് ഡോളർ. നമ്മൾ ചോദിച്ചത് പോർച്ചുഗലിൻ്റെ കറൻസി ഏത്? പോർച്ചുഗലിൻ്റെ കറൻസിയാണ് യൂറോ. 32-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. 33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാരികൾച്ചർ ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻ എ സീ ഫിഷ് ഫാമിംഗ്, ഓപ്ഷൻ ബി ഡയറി ഫാമിംഗ്, ഓപ്ഷൻ സി ഫുഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇൻലൻഡ് സീ ഫാമിംഗ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കണോ? കടൽ മത്സ്യകൃഷി. 33-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, സീ ഫിഷ് ഫാമിംഗ്. മത്സ്യകൃഷി ചോദിക്കുകയാണെങ്കിൽ പിസിക്കൾച്ചർ. മത്സ്യകൃഷിയാണെങ്കിൽ പിസിക്കൾച്ചർ. കടൽ മത്സ്യകൃഷിയാണെങ്കിൽ മാരികൾച്ചർ. 33-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, സീ ഫിഷ് ഫാമിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദി ചെയർമാൻ ഓഫ് രാജ്യസഭ? ഓപ്ഷൻ എ സ്പീക്കർ, ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ സി ഗവർണർ, ഓപ്ഷൻ ഡി വൈസ് പ്രസിഡന്റ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? രാജ്യസഭയുടെ നിലവിലെ ചെയർമാൻ ആര്? രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, വൈസ് പ്രസിഡന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാ? ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ 14-ാമത്തെ ഉപരാഷ്ട്രപതി, അത് നിലവിലെ ഉപരാഷ്ട്രപതി ആരാ? ജഗ്ദീപ് ധൻകർ. നിലവിലെ ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻകർ. അദ്ദേഹം 14-ാമത്തെ ഉപരാഷ്ട്രപതിയാണ്, ജഗ്ദീപ് ധൻകർ. രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. രാജ്യസഭയുടെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻകർ. 34-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, വൈസ് പ്രസിഡന്റ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാലിയന്റോളജി ഈസ് ദി സ്റ്റഡി ഓഫ്. എക്കാലത്തെയും പ്രീവിയസ് തന്നെ. ഓപ്ഷൻ എ കോയിൻസ്, ഓപ്ഷൻ ബി ഫോസിൽസ്, ഓപ്ഷൻ സി റോക്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. പാലിയന്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽസ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, ഫോസിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു വൺ ദി ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡ് ഇൻ ഫിഫ വേൾഡ് കപ്പ് 2022? ഓപ്ഷൻ എ എൻസോ ഫെർണാണ്ടസ്, ഓപ്ഷൻ ബി ലുക്കാസ് പൊഡോൾസ്കി, ഓപ്ഷൻ സി തോമസ് മുള്ളർ, ഓപ്ഷൻ ഡി ലാൻഡൻ ഡോണോവാസ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? 2022 ഫിഫ വേൾഡ് കപ്പിലെ മികച്ച യുവതാരാര്, ബെസ്റ്റ് യങ് പ്ലെയർ ആര്? ഒരുപാട് തവണ റിപ്പീറ്റേഷൻ കഴിഞ്ഞ ടോപ്പിക്കാണ് ഫിഫ വേൾഡ് കപ്പ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, എൻസോ ഫെർണാണ്ടസ്. ഓർത്തേക്കുക, 5 അവാർഡാണ് ഫിഫ വേൾഡ് കപ്പ് 2022 പ്രീവിയസിലുള്ളൂ. ബെസ്റ്റ് പ്ലെയർ അവാർഡിൻ്റെ പേര് ഗോൾഡൻ ബോൾ. ആ ഗോൾഡൻ ബോൾ അവാർഡ് നേടിയ താരമാണ് ലയണൽ മെസ്സി. ഇനി ഗോൾഡൻ ബൂട്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം അത് കിലിയൻ എംബാപ്പെ. പിന്നെ ഓർത്തേക്കുക, ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡിൻ്റെ പേരാണ് ഗോൾഡൻ ഗ്ലൗ. ആ ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയ താരമാണ് എമിലിയാനോ മാർട്ടിനസ്. ഇനി നമ്മൾ ചോദിച്ചത് ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡ്, മികച്ച യുവതാരാര്, അത് എൻസോ ഫെർണാണ്ടസ്. അഡീഷണൽ ആയിട്ട് 5-ാമത്തെ ഓർത്തേക്കുക,
ഫിഫ ഫെയർ പ്ലേ അവാർഡ് നേടിയ രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇപ്പോൾ 36ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എൻസോ ഫെർണാണ്ടസ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഈസ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ചണ്ഡീഗഡ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചേ? സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി അഹമ്മദാബാദിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. GSTN ഐഡന്റിഫിക്കേഷൻ നമ്പർ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ഡിജിറ്റ്സ്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 16. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചേ? GSTയിൽ ആകെ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന്? 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 15 ഡിജിറ്റ്സ് ആണ് GSTയിൽ. ഇനി GST നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. GST ഇന്ത്യയിൽ എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST പ്രാബല്യത്തിൽ വന്നത്. 1 ജൂലൈ 2017. GSTയിൽ കേരള സ്റ്റേറ്റിൻ്റെ നമ്പർ ആരംഭിക്കുന്നത് എത്രയിലാണ്? 32. കേരള സ്റ്റേറ്റിൻ്റെ നമ്പർ ആരംഭിക്കുന്നത് 32 വെച്ചിട്ടാണ്. 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. കേരള സ്റ്റേറ്റിൻ്റെ സംഖ്യ ആരംഭിക്കുന്നത് 32 വെച്ചിട്ടാണ്. GSTനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് 101. ഭേദഗതി GSTനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 15. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏജൻസി? ഓപ്ഷൻ എ നീതി ആയോഗ്, ഓപ്ഷൻ ബി UPSC, ഓപ്ഷൻ സി ഇലക്ഷൻ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഫിനാൻസ് കമ്മീഷൻ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചേ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏജൻസി. 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ നീതി ആയോഗ്. നീതി ആയോഗ് ഒരു അഡ്വൈസറി ബോഡിയാണ്, ബാക്കിയെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. UPSC പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 315. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 324. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ് 280. CSCയുടെ പ്രീവിയസ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച്, ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 280 ആണ്. അപ്പോൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഏജൻസി അല്ലാത്തത് നീതി ആയോഗ്. നീതി ആയോഗ് ഒരു അഡ്വൈസറി ബോഡിയാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ നീതി ആയോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40. In which town in Kerala 5G service is provided to customers? Option A Kochi, option B Kozhikode, option C Kollam, option D തിരുവനന്തപുരം. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? താഴെ കൊടുത്തിരിക്കുന്നത് ഏത് ടൗണിലാണ് 5G സർവീസ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്? കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ആൻസേഴ്സ് വന്നുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ CSCB ക്യാൻസൽ ചെയ്തേക്കാണ്. അപ്പം 40ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഓക്കെ, താങ്ക് യു.